ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ദർശനം മറന്നുവോ? ദർശനം മറന്നുവോ? 2 പത്രോസ് 1:10 വായിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ചക്രവർത്തി കണ്ട വിചിത്രമായ സ്വപ്നം വിവരിച്ചിട്ടുണ്ട്. അവൻ കണ്ട സ്വപ്നം മറന്നുപോയതിനാൽ വലിയ കലക്കം ഉള്ളവനായി തീർന്നു. അവന് നെബൂഖദ്നേസർ ചക്രവർത്തിക്ക് ഉറക്കം ഇല്ലാതെയായി. സ്വപ്നവും അർത്ഥവും അറിയിക്കുവാൻ രാജാവ് മന്ത്രവാദികളോടും ആഭിചാരകന്മാരോടും ഒക്കെ കൽപ്പിക്കുകയുണ്ടായി. അറിയിക്കാഞ്ഞാൽ അവരെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കൂന്നാക്കുകയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അവരെ കഷണിച്ച് കളയും എന്ന് പറഞ്ഞ് അങ്ങനെ രാജാവ് ഓർഡറിട്ടു. വിചിത്രമായ ഒരു കാര്യം. അവൻ്റെ മറവിക്ക് അവരാണോ കുറ്റക്കാർ? ദൈവം തങ്ങൾക്ക് നൽകിയ സ്വപ്നത്തെ അഥവാ സ്വർഗീയ ദർശനത്തെ മറന്നുപോയ അനേകം നെബൂഖദ്നേസർമാർ ഇന്നും ഉണ്ട്. സ്വർഗസ്ഥനായ ദൈവം ആ രാജാവിന് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരുന്നു. ദാനിയേൽ 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം നമുക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായ രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും മാനവും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ബാബേൽ രാജാവിൻ്റെ സ്വപ്നത്തേക്കാൾ നമ്മുടെ സ്വർഗീയ വിളി പരമപ്രധാനമാണ്. നമ്മുടെ സ്വർഗീയ ദർശനത്തെ മറന്നുപോയാൽ രാജാവിനെ പോലെ നിരപരാധികളെ കഷണിക്കുന്നവരായി നാം മാറും. നെബൂഖദ്നേസർ വാസ്തവത്തിൽ സ്വപ്നം മറന്നുപോയി. എന്നാൽ ആധുനിക നെബൂഖദ്നേസർമാർ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളും പദ്ധതികളും നിറവേറ്റുന്നതിനായി തങ്ങളുടെ ദർശനത്തെ അല്ലെങ്കിൽ വിളിയെ സൗകര്യപ്രദമായ രീതിയിൽ മറന്നു കളയുവാൻ ശ്രമിക്കുന്നുണ്ട്. വൈകിപ്പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ദർശനത്തെ പുതുക്കി സ്വർഗീയ വിളി അനുസരിക്കാം. സ്വപ്നവും അർത്ഥവും അവൻ വെളിപ്പെടുന്നവരെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചു ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വപ്നവും അർത്ഥവും രാജാവിനെ അറിയിച്ച് അനേകരെ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷിച്ചു ദാനിയേലിൻ്റെ കൂടെയുള്ളവരും പ്രാർത്ഥിച്ചു. ജഡത്തിൽ വാസം ചെയ്യാത്ത ജഡത്തെ നശിപ്പിക്കുന്ന ദാനിയേലന്മാർ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് മാത്രമേ ദൈവമക്കൾ നഷ്ടപ്പെടുത്തിയ ദർശനം വീണ്ടും പ്രാപിക്കുന്നതിനും അവരെ സാധിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ ആത്മീയ ലോകത്തിന് ഭീഷണിയായ ആത്മീയ നാശത്തെ തടയുവാൻ കഴിയുള്ളൂ. ഈ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതേ, ദർശനം മറന്നുപോകും. ദർശനം നമുക്ക് പുതുക്കാം. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.